IPL ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായതോടെ ഇന്ത്യൻ സ്റ്റാർ ബാറ്റർ KL രാഹുലിന്റെ സമയം തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 3 മത്സരങ്ങളിൽ നിന്നും തുടർച്ചയായ രണ്ടാം 50+ സ്കോർ കുറിച്ചാണ് അദ്ദേഹം കയ്യടി നേടിയിരിക്കുന്നത്. ഇതോടെ T20യിലേക്കുള്ള രണ്ടാം വരവിലും രാഹുലിന് അവസരമൊരുക്കുകയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ പോരാട്ടത്തിൽ 4-മനായി ക്രീസിലെത്തിയ ശേഷം മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത്. പുറത്താവാതെ 93 റൺസുമായാണ് രാഹുൽ ടീമിന്റെ ഹീറോയായി മാറിയത്. വെറും 53 ബോളുകൾ മാത്രമേ അദ്ദേഹത്തിന് വേണ്ടി വന്നുള്ളൂ. അതിനുവേണ്ടി 7 ഫോറുകളും 6 സിക്സറുകളും ഉൾപ്പെടെ ഇന്നിംഗ്സ് ഗംഭീരമാക്കി. DC 6 വിക്കറ്റിന്റെ വിജയം ആഘോഷിച്ച മത്സരത്തിൽ പ്ലെയർ ഓഫ് ദ മാച്ചും അദ്ദേഹം തന്നെയാണ്. ഈ സീസണിലെ IPL റൺ വേട്ടക്കാരെ എടുത്താൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ താരമായ KL രാഹുൽ 8ാം സ്ഥാനത്തുണ്ട്. DC ഇത്തവണ 4 മത്സരങ്ങളിൽ കളിച്ച കഴിഞ്ഞെങ്കിലും അദ്ദേഹം 3 മാത്രമേ പങ്കാളികളായിട്ടുള്ളൂ. ഭാര്യയുടെ പ്രസവത്തെ തുടർന്ന് ലക്നൗ സൂപ്പർ ജയൻസുമായുള്ള ആദ്യ മത്സരത്തിൽ നിന്നും രാഹുൽ വിട്ടുനിൽക്കുകയായിരുന്നു. 3 ഇന്നിംഗ്സുകളിൽ നിന്നും 92.50 എന്ന ഗംഭീര ശരാശരിയിൽ 169.72 സ്ട്രൈക്ക് റേറ്റോടെ 185 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഇപ്പോൾ ഏറ്റവും അധികം റൺസ് നേടിയതും രാഹുൽ തന്നെയാണ്. സമീപകാലത്ത് ഇന്ത്യൻ T20 ടീമിലെ പരമ്പരകളിലെല്ലാം വിക്കറ്റ് കാത്ത മലയാളി താരം സഞ്ജു സാംസണെ ഓവർടേക്ക് ചെയ്താണ് അദ്ദേഹം ഒന്നാമനായിരിക്കുന്നത്. ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സീസണിൽ 5 മത്സരങ്ങൾ സഞ്ജു കളിച്ചു കഴിഞ്ഞു. ഇവയിൽ 35.60 ശരാശരിയിൽ 150.84 സ്ട്രൈക്ക് റേറ്റിൽ 178 റൺസാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ഒരു 50 സ്കോറർ മാത്രമേ ഇതിൽ ഉൾപ്പെടുന്നുള്ളൂ. ശരാശരി സ്ട്രൈക്ക് റേറ്റ് 50+ സ്കോറുകൾ തുടങ്ങി എല്ലാ മേഖലകളിലും സഞ്ജുവിനെ പിന്തള്ളിയിരിക്കുകയാണ് രാഹുൽ. DCയുടെ കുപ്പായത്തിൽ അദ്ദേഹത്തിന്റെ ഈ മാജിക്കൽ പ്രകടനം തീർച്ചയായും ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ ശ്രദ്ധ ആകർഷിക്കുമെന്നുള്ളത് ഉറപ്പാണ്. സീസണിൽ തുടർന്നുള്ള മത്സരങ്ങളിലെ ഫോം ആവർത്തിക്കാനായാൽ രാഹുലിനെ അദ്ദേഹം T20 ടീമിലേക്ക് തിരികെ വിളിക്കുമെന്നതിൽ സംശയമില്ല. ഓപ്പണിംഗ് മുതൽ ബാറ്റിംഗിൽ ഏത് പൊസിഷനിലും കളിക്കാൻ സാധിക്കുമെന്നത് രാഹുലിനെ സ്പെഷ്യലാക്കി മാറ്റുന്നുണ്ട്. നിലവിൽ ഏകദിനത്തിലെ ഫസ്റ്റ് ചോയ്സ് കീപ്പർ കൂടിയാണ് അദ്ദേഹം. സ്ട്രൈക്ക് റേറ്റ് മോശമാണെന്ന കാരണത്താലാണ് രാഹുലിന് നേരത്തെ ഇന്ത്യൻ T20 ടീമിൽ സ്ഥാനം നഷ്ടമായത്. എന്നാൽ ഏത് യുവതാരത്തെയും വെല്ലുന്ന പ്രഹരശേഷി തനിക്കുണ്ടെന്ന് ഈ സീസണിലെ IPL അദ്ദേഹം കാണിച്ചു തരികയാണ്. 2024 നവംബറിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് രാഹുൽ അവസാനമായി T20 കളിച്ചത്. അതിനുശേഷം ഇതുവരെ അദ്ദേഹം T20 ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ വർഷം ഇത് സംഭവിച്ചേക്കും. ഇന്ത്യക്കായി 72 T20കളിൽ രാഹുൽ കളിച്ചിട്ടുണ്ട്. 2 സെഞ്ചുറികളും 22 50കളും അടക്കം 2265 റൺസ് സ്കോർ ചെയ്യുകയും ചെയ്തു.